ക്ലാസ്സിലെ 14 വിദ്യാർത്ഥികളുടെ ഭാരത്തിൻ്റെ ശരാശരി 42 കിലോഗ്രാം. അധ്യാപകൻ്റെ ഭാരം കൂടി ചേർത്താൽ ശരാശരി ഭാരം 600 ഗ്രാം വർദ്ധിക്കും. അധ്യാപകൻ്റെ ഭാരം എത്ര? നമുക്കിതിൽ എണ്ണം ശരാശരി എന്നെഴുതുക. എണ്ണം ശരാശരി. ആദ്യം എത്ര എണ്ണ? 14 വിദ്യാർത്ഥികൾ. 14 വിദ്യാർത്ഥികളുടെ ശരാശരി എത്രയാണ്? ഭാരം 42 കിലോഗ്രാം. അധ്യാപകൻ്റെ ഭാരം കൂടി ചേർക്കുക, അതായത് ഒരാളെയും കൂടി ചേർക്കണം. ഇവിടെ 14 ആളായിരുന്നു, ഒന്ന് കൂട്ടിയാൽ 15 പേരായി. അപ്പോൾ എന്താ സംഭവിക്കുക? ശരാശരി ഭാരം 600 ഗ്രാം കൂടും. 600 ഗ്രാം കൂടും. ഇപ്പം എത്രയുണ്ട്? 42 കിലോ ഉണ്ട്. അതിൻ്റെ കൂടെ 42ൻ്റെ കൂടെ, ഇത് കിലോഗ്രാമാണ്, 42ൻ്റെ കൂടെ 600 ഗ്രാമും കൂടി. അപ്പോൾ ഇതും കൂടി നമ്മൾ കിലോഗ്രാം ആക്കുക. 600 ഗ്രാം കിലോഗ്രാം എങ്ങനെയാക്കുക? 3 ദശാംശ സ്ഥാനം നീക്കിയാൽ മതി. അതായത് 1000 കൊണ്ട് ഹരിക്കുക. ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ 1000 കൊണ്ട് ഹരിക്കുക. ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ 1000 കൊണ്ട് ഹരിക്കുക. അതായത് 3 ദശാംശ സ്ഥാനം നീക്കുമ്പോൾ 0.6 എന്ന് വരും. ഇവിടെ 3 സ്ഥാനം നിൽക്കും 0.6. അപ്പോൾ ഇവിടെ 42 ഉണ്ട്, അതിൻ്റെ കൂടെ 0.6 കൂടി കൂടും. അപ്പോൾ കിലോഗ്രാമായി 42.6 കിലോഗ്രാം കൂടി. നമുക്ക് എന്ത് കാണണം? അധ്യാപകൻ്റെ ഭാരം കാണണം. അധ്യാപകൻ്റെ ഭാരം കാണണം. ഇതിലേതാ കൂടുതൽ എണ്ണം? ഇവിടെ അല്ലേ കൂടുതൽ എണ്ണം? ഏതാ? 15. അതിനെ അതിൻ്റെ ശരാശരി കൊണ്ട് ഗുണിക്കുക. 42.6. വലിയ എണ്ണത്തെ അതിൻ്റെ ശരാശരി കൊണ്ട് ഗുണിക്കുക. ചെറിയ എണ്ണത്തിനെ അതിൻ്റെ ശരാശരി കൊണ്ട് ഗുണിക്കുക. 14 × 42. എന്നിട്ട് വലുതും ചെറുത് കുറയ്ക്കുക. ഇത് ഗുണിക്കുക. 15 6 90, ശിഷ്ടം 9, 15 2 39, 39, ശിഷ്ടം 3, 15 4 60, 63 എന്ന് വരും. ഒരു സ്ഥാനം നീക്കുമ്പോൾ ഈ 0 പോയിട്ട് 639 കുറയ്ക്കണം. ഇത് ഗുണിക്കുക. 14 2 28, ശിഷ്ടം 2, 14 4 56 2 58 കുറയ്ക്കുമ്പോൾ 1 8 9, 5 8 13. അതായത് അധ്യാപകൻ്റെ ഭാരം എത്രയാണ്? 51 കിലോഗ്രാം.